എന്റെ ചെറുക്കൻ നിനക്ക് എന്താ? ഞാൻ യോഗ ചെയ്യണ്. ഇത് സ്ലീപ്പിംഗ് യോഗയാ, ഉറങ്ങാൻ വേണ്ടിട്ടുള്ള യോഗ. മാറി, നിനക്ക് എന്തിനാ? എനിക്ക് രാത്രി ഉറക്കമൊന്നും വരുന്നില്ല. നീ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടേ. എനിക്ക് മതിയാവണ വരെ ഉറങ്ങണം. അതിന് യോഗ ചെയ്തിട്ട് കാര്യമില്ല, യോഗം വേണം. ഓ എടാ, നീ ചെയ്യണ്ട, നീ എഴുന്നേറ്റ് പോ. എനിക്ക് ചെയ്യണം. ചെയ്യണ്ട പറഞ്ഞില്ലേ? എടി കിളി, എന്താടി അവിടെ അമ്മയും മോനും കിടന്ന് ബഹളം വെക്കണേ? പൈങ്കിളി, അമ്മ സിന്ധു ആന്റി വിളിക്കണ്. ഡി കിളി, അമ്മ സിന്ധു ആന്റി വിളിക്കാന്ന്. ഞാൻ കേട്ടു ചേച്ചി, ഞാൻ ഇവിടെ യോഗ ചെയ്യുക. യോഗയോ? എന്തിന് യോഗ ചെയ്യുന്നത്? എന്തിന് യോഗ ചെയ്യുന്നത്? നല്ല ആരോഗ്യവും നല്ല മനഃശാന്തിയും ഒക്കെ കിട്ടാൻ വേണ്ടി. ഇന്ന് നീ യോഗയും കൂടെ ചെയ്യാത്ത കുഴപ്പമേ ഉള്ളൂ. ഒന്നാമത് എണീറ്റ് നിൽക്കാൻ നിനക്ക് ജീവനില്ല. നിങ്ങളുടെയൊക്കെ ധാരണ മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഞാനേ വർക്കഹോളിക്കാണ്. ഹോളി ആയാലും ദസറ ആയാലും നീയാണേ. നീ ചുമ്മാ തള്ളാതെ കാര്യം പറ പൈങ്കിളി. അമ്മ ഉറക്കം വരുന്നില്ല സിന്ധു ആന്റി. അങ്ങനെ പറ, അല്ലാതെ നീ യോഗയൊന്നും പറഞ്ഞിറങ്ങൂലല്ലോ. ഉറക്കം മാത്രമൊന്നും അല്ല, നല്ല ശാന്തി, സമാധാനം, ഏകാഗ്രത ഇതൊക്കെ ഉണ്ടാവാൻ നല്ലതാ യോഗ. അതൊക്കെ ശരിയാ, പക്ഷെ നീ ഇതൊക്കെ എന്തിനു ചെയ്യുന്നെന്നാ എന്റെ സംശയം. സിന്ധു ചേച്ചി വേണേ ചെയ്തോ. സിന്ധു ചേച്ചിയുടെ ഈ ദുഷിച്ച സ്വഭാവം മാറാനും നല്ലതാ. ഇതേ പൈങ്കിളി, എന്റെ വായി തുറഞ്ഞു വരുന്നുണ്ടേ. സിന്ധു ആന്റി പിണങ്ങി പോയിന്നാണ് തോന്നുന്നത്. കൂടെ പോന്നോ? ആ എന്നാ നീ എഴുന്നേറ്റ് പോ. ഞാൻ ചെയ്യട്ടെ അമ്മ. എന്നാ മിണ്ടാണ്ടിരി. ഇവിടെ മനുഷ്യൻ ഉറക്കം ഇല്ല. അയ്യോ, ആ ചേച്ചി കിടന്ന്. ഒന്ന് മാറന്റെ കണ്ണാ. എനിക്കും ചെയ്യണം. വേണ്ട, ഞാൻ വേറെ ചെയ്തോളാം. ചെടി 8 ഇഞ്ച് പൊക്കം. 24 വയസ്സ്. ഇതിനകത്തൊന്നും നമ്മുടെ സുമയ്ക്ക് പറ്റിയ ഒരു ഒറ്റ ആലോചന ഇല്ല കേട്ടോ. നീ ഇങ്ങനെ ധൃതി കൂട്ടാതെ. നമ്മൾ പലരോടും ഒക്കെ പറഞ്ഞിട്ടില്ലേ, അവന് പറ്റിയൊരു ആലോചന ആരെങ്കിലും ഒക്കെ കൊണ്ടുവരും. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട് തുളസി കൊണ്ടുവന്ന താരയുടെ ആലോചന എന്തായി? എടി, അവര് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. ആ കൊച്ചൊന്ന് കണ്ടിട്ട് പോയതല്ലേ ഉള്ളൂ. എനിക്ക് തോന്നേ അവൻ ഇവിടെ അടുത്തൊന്നും വല്ല ആലോചന വരുമെന്നാ. ചേട്ടാ, അതിപ്പോ നമുക്കെങ്ങനെ പറയാൻ പറ്റില്ലത്? പറയാൻ പറ്റത്തില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നു. ഓ അങ്ങനെ. അവൻ നിന്റെ അടുത്ത് വല്ലതും പറഞ്ഞായിരുന്നാ? എന്റെ അടുത്ത് എന്ത് പറയാൻ? എന്തായി എന്തായി എന്ന് എപ്പോഴും വന്ന് ചോദിക്കുന്നല്ലാതെ. അതെ, എന്ത് പറ്റി? വാ വാ വാ. പൈങ്കൂസേ, പിങ്കി, ഇവക്ക് എന്ത്? ഒന്ന് വേഗം ചെല്ല്. അയ്യോ അമ്മേ, അമ്മേ ഓടി വാ അമ്മേ. അയ്യോ എന്റെ കൈ. അച്ഛാ, അപ്പൂപ്പാ, ശിവേട്ടാ, ഓടി വാ. ശിവേട്ടാ. ഓ അയ്യോ, കണ്ണ വേന എടുക്കുന്നടാ. എടാ, നീ വിളിച്ചു പോവാതെ ഇതൊന്നും ഊരാൻ നോക്കടാ. എന്നെ കൈ കുടുങ്ങി, കൈ കുടുങ്ങി. അച്ഛാ തൊടല്ലേ. അച്ഛാ, വേന എടുക്കുന്ന, വേന എടുക്കുന്ന. എന്തോ പറ്റിയത്? അത് ഞാൻ യോഗ ചെയ്യുന്നതാ. എന്തിനാടി വേണ്ടാത്ത പണിക്കൊക്കെ പോയതാ? അമ്മ ഉറക്കം കിട്ടുന്നില്ലാന്നും പറഞ്ഞു ചെയ്തതാ. ഉറക്കം. അയ്യോ, എനിക്ക് വേന എടുക്കുന്നേ. അച്ഛാ, കൈ വേന എടുക്കുന്നു. ഇതിപ്പോ എങ്ങനെ എടുക്കും? എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാലും എടുക്കുക. എന്റെ കൈ ഒടിഞ്ഞു, കൈ ഒടിഞ്ഞു. എനിക്ക് ചെയ്യാൻ പോയത്? എടി, നിന്നെ ഒന്ന് എന്റെ കൈ 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 കൈ. വിളിക്കാതെ എടുക്കട്ടെ. അയ്യോ ശിവേട്ടാ. അയ്യോ, എണീക്ക് 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 എണീക്ക്. അയ്യോ, എന്റെ പോക്കല്ലേ. പതുക്കെ പതുക്കെ. കുഴപ്പമൊന്നുമില്ല. ഇല്ല, നല്ല സുഖം. ഇവിടെ നോക്കട്ടെ നോക്കട്ടെ. കുഴപ്പമില്ലല്ലോ. ഒന്നുമില്ലടി, പിങ്കി ഒന്നേ യോഗ ചെയ്തിട്ട് കുരുങ്ങി പോയതാ. ആഹാ, ഇത്ര പെട്ടെന്ന് ബലം കിട്ടിയോടി നിന്റെ യോഗയ്ക്ക്? ഇവിടെ തന്നെ ഞാൻ വിളിച്ച് പറയും കേട്ടോ. എടി, ഇപ്പൊ നിനക്ക് ശാന്തതയും സമാധാനവും കിട്ടുന്നുണ്ടോടി? പൈങ്കിളി, ഇത് കൃത്യമായ പരിശീലനം കൊണ്ട് ചെയ്യേണ്ടല്ലേ? ഓടിപ്പോയി ചെയ്യുന്ന ബ്യൂട്ടീഷ്യൻ ആണോ? എന്റെ പൊന്നെ, മതിലും കൂടി തോന്നിട്ട് വന്നു. നമ്മുടെ കുഴമ്പിട്ട് കൊടുക്ക്. നല്ല കാര്യം ഉണ്ടായിരുന്നു. ആംബുലൻസ് വിളിക്കണോടി?